ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ ലിറ്റ്സ്ഫിയർ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ +1 ഇംഗ്ലീഷിൻ്റെ ജനറൽ ഐഡിയാസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, എത്ര യൂണിറ്റ്സ് ആണുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, പിന്നെ എല്ലാ യൂണിറ്റ്സിൻ്റെയും മേജർ തീംസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇന്ന് തൊട്ട് നമുക്ക് ഈ ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൽ എന്താണ് ഒരു പ്രില്യൂഡാണുള്ളത്. ഈ പ്രില്യൂഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ ഒരു മൊത്തം ഐഡിയ ഈ പ്രില്യൂഡിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി നൈസ് ടു റീഡ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പ്രില്യൂഡ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ പ്രില്യൂഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രില്യൂഡ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എൻ ഓവറോൾ ഐഡിയ ഓഫ് ദ ടെക്സ്റ്റ് ഓർ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ തീംസ് ഇൻ എ ബെസ്റ്റ് വേ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രില്യൂഡ് ഓൾസോ. നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിക്കണം അല്ലേ? ആ ബുക്കിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആ ഇൻട്രൊഡക്ഷനിലാണുള്ളത്. അതുപോലെയാണ് ഈ പ്രില്യൂഡ്. ഓക്കെ, സോ ഐ എം നോട്ട് ഗിവിങ് യു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓർ സംതിങ്. I'll just read this. You just listen and you can understand the themes in this prelude. What gives meaning to our lives? What guides our choices and dreams? Bertrand Russell speaks about the three great passions that shaped his life in this prologue. You may think about the values that guide you too. Okay, അപ്പോൾ എന്താണ് ബെർട്രൻഡ് റസ്സലിൻ്റെ ജീവിതത്തിലെ 3 ഗ്രേറ്റസ്റ്റ് പാഷനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ പ്രില്യൂഡ്. അപ്പോൾ ആ 3 ഗ്രേറ്റസ്റ്റ് പാഷൻസ് എങ്ങനെയാണ് അയാളെ മുന്നോട്ട് നയിച്ചത്, എന്തൊക്കെ പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഈ 3 ഗ്രേറ്റസ്റ്റ് പാഷൻ കാരണം മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രില്യൂഡ് പറയുന്നത്. അതോടൊപ്പം നമ്മളോടൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. എന്താണ്, വാട്ട് ആർ ദ പാഷൻസ് ഓർ വാട്ട് ആർ ദ വാല്യൂസ് ദാറ്റ് ഗൈഡ്സ് യു? നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പാഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ബ്യൂട്ടിഫുള്ളായ ക്വസ്റ്റ്യനോട് കൂടിയിട്ടാണ് ഈ പ്രില്യൂഡ് തുടങ്ങുന്നത്. സോ ഐ വിൽ റീഡ് ദിസ്, യു ജസ്റ്റ് ലിസൺ. വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ, ബെർട്രൻഡ് റസ്സൽ. 3 passions, simple but overwhelmingly strong, have governed my life: the longing for love, the search for knowledge, and the unbearable pity for the suffering of mankind. These passions, like great winds, have blown me hither and thither in a wayward course over a great ocean of anguish, reaching to the very verge of despair. Okay, so that's the first paragraph, right? ഈ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് ബെർട്രൻഡ് റസ്സൽ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ലൈഫിലെ 3 പാഷൻസ് എന്തൊക്കെയാണത്? The longing for love, the search for knowledge, and the unbearable pity for the sufferings of mankind. ഈ 3 പാഷൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. ബെർട്രൻഡ് റസ്സലിൻ്റെ ലൈഫിലെ ഒരുപാട് ശക്തമായ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് അതിജീവിച്ചതും എല്ലാം എന്താണ്, ഈ 3 ഗ്രേറ്റ് പാഷൻസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. Moving on to the second paragraph. I have sought love first because it brings ecstasy. Ecstasy so great that I would often sacrifice all the rest of life for a few hours of this joy. I have sought it next because it relieves loneliness, that terrible loneliness in which one shivering consciousness look over the rim of the world into the cold, unfathomable lifeless abyss. ഇവിടെ ബെർട്രൻഡ് റസ്സൽ എന്താണ് തൻ്റെ ആദ്യത്തെ പാഷനായിട്ടുള്ള ലോങ്ങിങ് ഫോർ ലവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്നേഹം എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് എടുത്തത് എന്നുള്ളൊരു വിശദീകരണമാണ് തരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് സ്നേഹം ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റസിയാണ് കൊടുക്കുന്നത്. വാട്ട് യു മീൻ ബൈ എക്സ്റ്റസി? ആനന്ദം അല്ലെങ്കിൽ ഒരു നിർവൃതി, വളരെയധികം സന്തോഷം കിട്ടുന്നൊരവസ്ഥ, അതാണ് നമുക്ക് സ്നേഹം തരുന്നത്. സോ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ
നമ്മുടെ ഏകാന്തതയെ, നമ്മുടെ ലോൺലിനെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും. നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ഏതൊരു സാഹചര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. സോ അങ്ങനെ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലോൺലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ ഏകാന്തതയെ അതിജീവിക്കാൻ നമുക്ക് സ്നേഹം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ പല ഒരുപാട് അനുഭവങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത് എന്താണ്? ഒരിത്തിരി നേരം നമുക്ക് സ്നേഹം തരുന്ന സന്തോഷം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണ് റസൽ പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. I have sought it finally, because in the union of love I have seen in a mystic miniature the prefiguring vision of the heaven that saints and poets have imagined. This is what I sought, and though it might seem too good for human life, this is what at last I have found. ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? സ്നേഹത്തെ എന്തുകൊണ്ടാണ് അദ്ദേഹം തേടിപ്പോയത്? അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് പാഷനായിട്ടുള്ള ലോങ്ങിങ് ഫോർ ലവ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക് മിനിയേച്ചറാണ്. അതുപോലെ അതൊരു സ്വർഗീയമായൊരു അനുഭൂതിയാണ്. നമ്മുടെ കവികളും നമ്മുടെ മഹാന്മാരായിട്ടുള്ള സെയിൻസും ഒക്കെ പറയുന്നത് പോലെ അത് നമ്മുടെ അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അദ്ദേഹം അതേപോലെ തന്നെ ഒരു അനുഭവം അദ്ദേഹത്തിന് കിട്ടുകയും ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് കാണാൻ കഴിയുകയും ചെയ്തു. ഒടുവിലെന്താണ്, അദ്ദേഹത്തിൻ്റെ ലൈഫിലും സ്നേഹം കണ്ടെത്തി എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്, വിത്ത് ദ ഈക്വൽ പാഷൻ ഐ ഹാവ് sought knowledge. I have wished to understand the hearts of people. I have wished to know why the stars shine, and I have tried to apprehend the Pythagorean power by which number holds sway above the flux. A little above this, but not much, I have achieved. ഇവിടെ ബെർട്രൻ റസൽ തൻ്റെ രണ്ടാമത്തെ പാഷനായിട്ടുള്ള സെർച്ച് ഫോർ നോളജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ പാഷനായിട്ടുള്ള ലോങ്ങിങ് ഫോർ ലവിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന് സെർച്ച് ഫോർ നോളജും. എങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും? നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? ഈ ലോകത്തുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? പൈത്തഗോറിയൻ ഫ്ലക്സ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്ന് തുടങ്ങി ഒരുപാട് അറിവിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേകതരം ഇഷ്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അതെന്തൊക്കെയാണോ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് നേടാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിരുന്നു. Love and knowledge, so far as they were possible, led upward toward the heavens, but always pity brought me back to earth. Echoes of cries of pain reverberate in my heart. Children in famine, victims tortured by oppressors, helpless old people, a burden to the young, and the whole world of loneliness, poverty, and pain make a mockery of what human life should be. I long to alleviate this evil, but I can't, and I too suffer. This has been my life. I have found it worth living and would gladly live it again if the chance were offered me. Prelude to the author's autobiography. ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? ആദ്യത്തെ രണ്ട് പാഷനായിട്ടുള്ള ലോങ്ങിങ് ഫോർ ലവും സെർച്ച് ഫോർ നോളജും അദ്ദേഹത്തിന് ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് ഉയർത്തുകയാണ്. എന്താണ്? സ്വർഗീയ അനുഭൂതിയാണ്, ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. എന്നാൽ നമ്മുടെ അവസാനത്തെ പാഷനായിട്ടുള്ള ബാക്കിയുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കമ്പാഷൻ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭൂതി, അവരോട് നമുക്ക് വേണ്ട ഒരു എമ്പതി, അത് യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. ബാക്കിയെല്ലാം ഭൂമിക്ക് പുറത്തുള്ളതും നമ്മുടെ ഇമാജിനേഷൻസും സ്വർഗീയ അനുഭൂതിയും അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ വീണ്ടും എന്താണ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര കുട്ടികളാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ആൾക്കാരാണ് ടോർച്ചർ അനുഭവിക്കുന്നത്. അവരുടെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊക്കെയുള്ള വിഷമങ്ങൾ കാണുമ്പോൾ, അവരൊക്കെ എങ്ങനെയാണ് ഇതിന് ഇരയാകുന്നത് എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിൽ അദ്ദേഹമുണ്ട്. എന്താണ്? ഈ ഒരു വിഷമങ്ങളും വിക്ടിംസിൻ്റെ പ്രശ്നങ്ങളും ഒപ്രസേഴ്സ് അവരെ ഒപ്രസ് ചെയ്യുന്നത് കാണുമ്പോഴും, ഈ ഫാമിൻ കാണുമ്പോഴും,
ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ കാണുമ്പോൾ അദ്ദേഹവും എന്താണ് അതിനൊരു പാർട്ടായിട്ട് അതിൽ എഫക്റ്റ് ആവുകയാണ്. സോ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു സങ്കടം വരുമ്പോൾ അത് നമ്മുടെ കൂടെ സങ്കടമായിട്ട് നമ്മൾ കാണണം. നമുക്ക് സിമ്പതി അല്ല വേണ്ടത്. സിമ്പതി എന്ന് പറയുമ്പോൾ ഓക്കെ അവൾക്കത് വന്നു, നമുക്കൊരു വിഷമം തോന്നുന്നു. നേരെ മറിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലൊരു എമ്പതി വേണം. നമുക്കാണത് സംഭവിക്കുന്നത് നമുക്ക് തോന്നണം. അവരെ നമുക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കണം. ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അവസാനം വളരെ നല്ലൊരു നോട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഓട്ടോബയോഗ്രഫിയുടെ പ്രില്യൂഡ് അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം ഒരു അർത്ഥമുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വീണ്ടും ഇതുപോലൊരു ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നുകൂടെ ജീവിക്കാനൊരവസരം ലഭിച്ചാൽ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും ഒന്നുകൂടെ ജീവിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹി വാസ് വെരി ഹാപ്പി ഇൻ ഹിസ് ലൈഫ് ബിക്കോസ് ഹി ഹാഡ് ദിസ് 3 പാഷൻസ്. എന്തൊക്കെയായിരുന്നു അത്? ദ ലോങ്ങിങ് ഫോർ ലവ്, ദ സെർച്ച് ഫോർ നോളജ് ആൻഡ് ദ കമ്പാഷൻ ടു അതേഴ്സ്. ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ജീവിച്ചത്. ഒരുപാട് ഡിഫിക്കൽട്ടീസും ഒരുപാട് ടർബുലൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനിടയ്ക്കൊക്കെ അദ്ദേഹം മുറുകെ പിടിച്ച വാല്യൂസ് ആയിരുന്നു ഇത്. സോ ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ് നമ്മളെന്താണ് ഇതുപോലുള്ള കുറേ നൈസായിട്ടുള്ള വാല്യൂസാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ലൈഫിലും എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറേ വാല്യൂസ് ഉണ്ടാകണമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഓട്ടോബയോഗ്രഫിയുടെ പ്രില്യൂഡ് അവസാനിപ്പിക്കുന്നത്. So I hope all of you understood today's video. If you have any doubt, feel free to ask in the comment section. Thank you for watching. Please do subscribe and press the bell icon.